നാച്ചുറൽ ഡൈയിങ് മെത്തേഡിൽ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിന്റിംഗ് ടെക്നിക്കിൽ വന്നേക്കുന്ന അജ്രക്കിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള 3 ഡിഫറെൻറ്റ് കളേഴ്സ്. ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന്റെ എൻക്വയറീസും ഒക്കെ വന്നിട്ടില്ല. കംഫർട്ടബിൾ ആയിട്ടും കാഷ്വൽ ആയിട്ടും എന്നാൽ പ്യുവർ കോട്ടൻ്റെ അകത്ത് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു കൺസേൺ ഇല്ലാതെ സ്കിൻ പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ അകത്ത് വരുന്ന ഒരു വളരെയധികം നാച്ചുറൽ ഡൈയിങ് പ്രോസസ്സിൽ വന്നേക്കുന്ന കുർത്തി ആയതുകൊണ്ട് നല്ല, ഇപ്പൊ ഗൗരി പറഞ്ഞ പോലെ തന്നെ ഡൈയുടെ അലർജിയോ സ്കിൻ പ്രോബ്ലംസോ ഒന്നും ഇല്ലാതെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാവുന്ന ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സായിട്ടും വെയർ ചെയ്യാവുന്ന അല്ലേ? ഡ്രസ്സായിട്ട് വെയർ ചെയ്യുന്നു. ഒരു 3 പീസ് പാനൽ, അതായത് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ഫ്രണ്ടും ബാക്കും നമ്മൾ ഫിനിഷ് ചെയ്തേക്കുന്നത്. സെൻറ്റർ പോർഷനിൽ ട്രഡീഷണൽ അജ്രക് പാറ്റേണിൽ കാണുന്ന ഡിസൈൻസ് ആണ്. അത് നമ്മുടെ ട്രഡീഷണൽ കളറായിട്ടുള്ള ഇൻഡിഗോ ബ്ലൂ കളർ ഇളകും. സെക്കൻഡ് വന്നേക്കുന്നത് നമ്മുടെ അയണിന്റെ ആ ഒരു ഇതിൽ ബ്രിക്ക് റെഡ് കളർ, അയണിൽ നിന്ന് ഇത് ചെയ്തിരിക്കുന്ന ബ്രിക്ക് റെഡ് കളർ ആൻഡ് അയണിന് തന്നെ കൂടുതൽ ദിവസം വെച്ച് കഴിയുമ്പോൾ വരുന്ന ബ്ലാക്ക് കളർ. ഈ 3 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇത് പ്രീ ഓർഡർ കാറ്റഗറിയിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളേഴ്സിനാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതെന്നുള്ളതിന് ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്, നിങ്ങൾ ബുക്ക് ചെയ്യുക. ഇത് നമുക്ക് അല്ലേ DN കോഡിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഗൗരി വെയർ ചെയ്തേക്കുന്നതിന്റെ നെക്ക് പാറ്റേൺ വന്നേക്കുന്നത് പ്രിൻസസ് കട്ട് പാറ്റേൺ ആണ്. സ്ക്വയർ യു നെക്ക് പാറ്റേണിലാണ് വന്നേക്കുന്നത്. പൈപ്പിംഗ് ഫിനിഷിങ്ങോടൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പ്രിൻസസ് കട്ടിന്റെ പോർഷനിൽ നമ്മളൊരു സിഗ്സാഗ് പാറ്റേൺ അല്ലേ, സൈഡ് പാനലിന്റെ അകത്ത് ഫ്രണ്ടും ബാക്കും വേറൊരു ഡിസൈൻ പാറ്റേൺ ബാക്ക് വ്യൂ അല്ലേ, നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ആ പാറ്റേൺ സ്റ്റൈലാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് പാറ്റേൺ തന്നെ സ്ലിറ്റഡ് അല്ലാത്ത പാറ്റേൺ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് സ്ലിറ്റ് അതിന് കൊടുത്തിട്ടുണ്ട്. ഒരു 8 ഇഞ്ച് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അതെ, ഒരു ഡ്രസ് പാറ്റേണിൽ വെയർ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാം. പിന്നെ ചിലർക്ക് ഇപ്പോൾ ഒരു ലെഗിങ്സിന്റെ കൂടെ പെയർ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ടൈറ്റ്സിന്റെ കൂടെയോ ലെഗിങ്സിന്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു പെൻസിൽ പാന്റിന്റെ കൂടെ ഒക്കെ ഇട്ടാലും അത് ഓരോരുത്തരുടെ കംഫോർട്ടിനനുസരിച്ച് സ്റ്റൈലിംഗ് ചെയ്തെടുക്കാനായിട്ടും നല്ലതാണ്. സിമ്പിൾ ജ്വല്ലറി, ഇപ്പോൾ ഗൗരി പെയർ ചെയ്തേക്കുന്ന ഒരു സിമ്പിൾ സിൽവർ ചെയിനിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റോൺ ജ്വല്ലറീസിൻ്റെ കൂടെ ആണെങ്കിലും പേൾസിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ പെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഇത് അഹത്തിൻ്റെ ടീം നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ദീർഘനാളത്തെ റിക്വയർമെൻറ്റ് പ്രകാരം ഇൻഹൗസ് പ്രൊഡക്ഷനകത്ത് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിന് ഈ ഫാബ്രിക്കിനകത്ത് ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് ഉണ്ടാകും. അതിന്റെ ഓതന്റിസിറ്റി ആണ് അല്ലേ, പ്രിന്റഡ് ആയതുകൊണ്ട് ഹാൻഡ് ആൻഡ് അത് ഹസ്തകല പാർട്ടായിട്ട് ചെയ്തെടുക്കുന്ന വർക്കിന്റെ ഏറ്റവും ഒതന്റിക് പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ഇംപെർഫെക്ഷൻസ് ആണ്. അതിന്റെ പ്യുവർ ക്വാളിറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതും അത് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് അവർ വെബ്സൈറ്റ് www.aham.store. ഡിസൈനർ കുർത്തീസ്, പ്യുവർ കോട്ടൺ മെറ്റീരിയൽ, സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഡിസൈനർ കുർത്തിയുടെ കളക്ഷൻ. ഇത് സെമി സ്റ്റിച്ച്ഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ അവൈലബിൾ ആക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, മെഷീൻ എംബ്രോയിഡറി ആണ്. ഗ്രീൻ കളറിലുള്ള ലീഫ് പാറ്റേൺ ആണ് ഇതിൽ എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. യോക്ക് വന്നിരിക്കുന്ന ഒരു ബക്കറ്റ് പാറ്റേണിൽ ഔട്ടർ എഡ്ജസ് കാന്ത എംബ്രോയിഡറി കൊടുത്തേക്കാണ്. അതിനുള്ളിൽ ഫില്ല് ചെയ്തിട്ട് ലീഫിൽ സ്കാറ്റേഡ് ആയിട്ടുള്ള ലീഫ് ഡിസൈൻ ആണ് വന്നേക്കുന്നത്. ലീഫ് ഡിസൈൻ വന്നേക്കുന്നത് ഔട്ടർ എഡ്ജിൽ ബോട്ടിൽ ഗ്രീൻ കളറിലും ഉള്ളിൽ ഫില്ല് ചെയ്തേക്കുന്നത് ലീഫ് ഗ്രീൻ കളറിലുമാണ് കേട്ടോ. യോക്കിൽ സ്കാറ്റേർഡ് ആയിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, അതുപോലെ തന്നെ വി നെക്ക് പാറ്റേൺ ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സ്ലീവ്സിൻ്റെ സ്ലീവ്സിൽ ഒരു ബഞ്ച് ഓഫ് ലീവ്സ് ആണ് ചെയ്തേക്കുന്നത്. നമ്മുടെ കറിവേപ്പിലൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ലീഫിൻ്റെ പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത്. നല്ല ഫൈൻ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നേക്കുന്ന ലീഫ് പാറ്റേൺ ആണ് കേട്ടോ. ഇതിൻ്റെ എൻഡ് പോർഷനിൽ ഹെം ലൈനിലും ഇതുപോലെ ഒരു ലീഫ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. 2 ബഞ്ചസ് ഓഫ് ലീവ്സ് ആണ് കൊടുത്തേക്കുന്നത്. എ ലൈൻ പാറ്റേണിലാണ് കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് സ്ലിറ്റ് പാറ്റേൺ ആണ് കേട്ടോ. ഷോർട്ട് സ്ലിറ്റ് പാറ്റേണിലാണ് ഈ പെർട്ടിക്കുലർ കുർത്തി സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. സ്ലീവ്സ് വന്നിരിക്കുന്നത് ഒരു പഫ് സ്ലീവ് പാറ്റേൺ ആണ്. സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ. അപ്പറിലും ലോവറിലും ഗ്യാദേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു പഫ് സ്ലീവ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. 2 സ്ലീവ്സിലും ഈ ലീഫിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രെറ്റി ആയിട്ടുള്ളൊരു കുർത്തി. ഇതിൽ ബോഡിയിൽ ഈ മെറ്റീരിയലിൻ്റെ ബോഡി ഫുള്ളായിട്ടും ചെക്ക് വീവിങ് പാറ്റേൺ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ ടോണിൽ, ഒരു ആഷിൻ്റെയും ബ്രൗണിൻ്റെയും കോമ്പിനേഷൻ ഒരു ടോണിലാണ് ഇതിലെ ബോഡിയിൽ സെൽഫായിട്ടുള്ളൊരു വീവിങ് പാറ്റേൺ വന്നിട്ടുണ്ട്. അതും ഈ കുർത്തിക്ക് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വന്നിരിക്കുന്ന കളർ ഒരു ബേബി യെല്ലോ അല്ലെങ്കിൽ ഒരു ക്രീം കളർ, മോർ ഓഫ് ബേബി യെല്ലോ ആണ്. ഒരു ക്രീമിൻ ഒക്കെ ഒരു ടോണിലുള്ള മെറ്റീരിയലാണ്
അതിൽ ഗ്രീൻ കളർ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ഇത് നമുക്ക് ഒരു ഡിസൈനർ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, കാഷ്വൽ വെയർ ആയിട്ട്. സ്ലീവ്സ് ഒക്കെ ഈ ഒരു ലൂസ് പാറ്റേണിലായതുകൊണ്ട് തന്നെ നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ. കോട്ടൺ മെറ്റീരിയൽ ആണല്ലോ, അപ്പം നമ്മുടെ ക്ലൈമറ്റിന് പറ്റിയൊരു മെറ്റീരിയലാണ് ഈ കോട്ടൺ മെറ്റീരിയൽ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ഒട്ടും നമുക്ക് ചൂടെടുക്കാത്ത രീതിയിലുള്ള നല്ല ഭംഗിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിൽ ലീഫ് ഡിസൈൻസ് ആണ് ചെയ്തേക്കുന്നത്. എംബ്രോയിഡറി ഡീറ്റെയിലിങ്ങോട് കൂടി വന്നേക്കുന്ന ഈ കുർത്തി സെമി സ്റ്റിച്ച്ഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇനി കസ്റ്റമർ നോട്ടിൽ മെൻഷൻ ചെയ്താൽ സ്ലീവ്സിൻ്റെ പാറ്റേൺ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് DM712 എന്ന കോഡിൽ 1299 പ്രൈസ് റേഞ്ചിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു പ്ലെയിൻ വൈറ്റ് ഓഫ് വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടിയാണ് പെയർ ചെയ്തേക്കുന്നത്. നമുക്കിത് ഒരു ഡാർക്ക് ഗ്രീൻ ടോണിലുള്ള ബോട്ടമോ അല്ലെങ്കിൽ വൈറ്റ് തന്നെയാണെങ്കിലും ഒക്കെ ഇതിൻ്റെ കൂടെ പോകും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കുർത്തി DN712 എന്ന കോഡിൽ 1299 പ്രൈസ് റേഞ്ചിൽ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. DN കളക്ഷൻസിൽ അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. പാർട്ടി വെയർ സാരീസിനകത്ത് ടസറും ആൻഡ് അതിനകത്ത് പ്രിൻറ്റഡ് ഡിസൈൻ, ഡിസ്ചാർജ് പ്രിൻറ്റഡ് ഡിസൈനാണ്. അതിൻ്റെ കൂടെ തന്നെ വന്നിരിക്കുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാന്ത എംബ്രോയിഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് കാന്ത എംബ്രോയിഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ബോർഡർ പാറ്റേണും പല്ലു ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ ഇന്നത്തെ സാരിയിൽ വരുന്നത്. പ്യോർ ടസറിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫോള് കാണുമ്പോൾ തന്നെ ടസർ ലവേഴ്സിന് അറിയാൻ പറ്റും, എടുത്ത് തന്നെ അറിയാൻ പറ്റും. ടസേഴ്സിനകത്ത് ഒരു പ്രത്യേക കളറും ഒക്കെയാണ് എല്ലാം വരുന്നത്. ആൻഡ് ഇതിനകത്ത് ബോർഡറിനകത്ത് മൾട്ടി കളേർഡായിട്ട് കൊടുത്തേക്കുന്നത്. പക്ഷേ അത് ഭയങ്കര ബ്രൈറ്റ് അല്ല കേട്ടോ. എല്ലാത്തിനകത്തും ഒരു സട്ടിൽ ലുക്കിൽ വന്നിരിക്കുന്ന പാറ്റേണിലാണ് എല്ലാം ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ബോഡിയാണ് ഡിസ്ചാർജ് പ്രിൻറ്റ് ചെയ്തേക്കാണ് കേട്ടോ. ഡിസ്ചാർജ് പ്രിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി ഡൈഡ് ആയിട്ടുള്ളതിൻ്റെ അകത്ത് നമുക്ക് ബ്ലോക്സ് യൂസ് ചെയ്ത് കെമിക്കൽസ് ഡിപ്പ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് കളർ റിമൂവ് ചെയ്തെടുക്കുന്നതാണ് ഡിസ്ചാർജ് പ്രിൻറ്റ്. ആൻഡ് അതിനകത്ത് ജോമെട്രിക് ആയിട്ട് ഒരു ഡയമണ്ട് പാറ്റേൺസും സർക്കുലർ ഡിസൈൻസും. അതിനകത്ത് കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പീച്ച്, മറൂൺ ആൻഡ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുമാണ് വന്നിരിക്കുന്നത്. ആൻഡ് പല്ലു നല്ല ബ്രോഡായിട്ട് ഒരു റെക്റ്റാങ്കുലർ പാറ്റേൺസ് ഒക്കെ കൊടുത്തിട്ട് കാന്ത എംബ്രോയിഡറി തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്ത് ബോർഡർ പാറ്റേൺ. നമുക്കിതിനകത്ത് ഈ ഒരു ബോർഡർ ഡിസൈൻ ബ്ലൗസിനകത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ്. ആൻഡ് SHF 162 ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് SHF 163. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ഇതിനകത്ത് സെക്കൻഡ് ഡിസൈനിൻ്റെ അകത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ടൈ ആൻഡ് ഡൈ ബാന്തിനിയുടെ ഒരു ലുക്കാണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ജോമെട്രിക് പാറ്റേൺ ഓറഞ്ച്, ബേജ് ആൻഡ് റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ജോമെട്രിക് പാറ്റേൺസിലാണ് കാന്ത ഡിസൈൻ ചെയ്തേക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി പല്ലു. പല്ലു ഒരുപാട് ബ്രോഡല്ല, അത്യാവശ്യം ഷോർട്ടർ ആയിട്ടുള്ള ഒരു സൈഡിൽ വന്നിരിക്കുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് കേട്ടോ എൻ്റെ ബ്ലൗസ് വരുന്നത്. ഒരു ലൈറ്റ് ചോക്ലേറ്റ് ബേജ്, ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. നല്ല ഭംഗിയാണ് വെയർ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ലുക്ക്. ഇതാണ് കേട്ടോ, ഇതാണ് എൻ്റെ വെയർ ചെയ്യുമ്പോൾ ഒരു ലുക്ക് വരുന്നത്. ആൻഡ് ദെൻ വി ഹാവ് SHF 161. സെയിം പ്രൈസ് റേഞ്ച് 10,399 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ആൻഡ് ഇതെനിക്ക് ഇതിൻ്റെ പാറ്റേൺ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ജോമെട്രിക് ഫ്ലോറൽ ഡിസൈനും അതിൻ്റെ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓറഞ്ച് ആൻഡ് ബേൺഡ് മെറൂൺ ഷെയ്ഡ്, ഒരു ബ്രിക്ക് മെറൂൺ ഷെയ്ഡും ബ്ലാക്ക് ബേജ് കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത്. ഇതും ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡിൽ തന്നെയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന അതേ സാരിയുടെ പ്രിൻ്റാണ് ബോഡിയിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഡയമണ്ട് ഡിസൈൻസും. ദിസ് ഇസ് ദി ബോർഡർ. ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡർ പാറ്റേണോടുകൂടി വന്നിരിക്കുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. സെയിം ബ്ലൗസ് തന്നെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. അകത്തായി പോയി കേട്ടോ. അതെ, ഇതാണ് അതിൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക്. സ്ലീവിന് കൊടുക്കാൻ പാകത്തിനായിട്ട് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. കാന്ത നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു കാന്തയൊക്കെ വന്നിരിക്കുന്നത്. വെയർ ചെയ്യാനും സുഖമാണ്. ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടി വെയർ സാരീസ് നോക്കുന്നത് നമ്മൾ ടസേഴ്സ് ഒരു യുണീക്ക് സ്റ്റൈൽ തന്നെയാണ് എപ്പോഴും. യുണീക്ക് സാരീസാണ്, ഡെഫിനറ്റായിട്ടും ട്രൈ ഔട്ട് ചെയ്യുക. 10,399 റേഞ്ചിൽ വന്നിരിക്കുന്ന പ്യോർ ടസേഴ്സ് with Kanda border and pallu.